ഏത് രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ഓരോരുത്തരും കഠിനമായ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ജോലികളും മറ്റു കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ട് ഈ ദുനിയാവിൽ ഒരു തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോ ആ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന നമ്മുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും ആ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിലേക്ക് എടുത്തു ചാടി നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് നമ്മൾ എല്ലാ വിട്ടുവീഴ്ചകൾക്കും തയ്യാറായി ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ നിലകൊള്ളുന്ന അല്ലെങ്കിൽ ഞാൻ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന ഒരേ ഒരു ലക്ഷ്യത്തോടുകൂടി നമ്മൾ കഠിന പരിശ്രമം നടത്തിയവരാണ്. അതിനു വേണ്ടിയിട്ട് എന്ത് വിട്ടുവീഴ്ചകളും നമ്മൾ ചെയ്തു. അതിനു വേണ്ടിയിട്ട് നാം മിണ്ടാത്തവരോട് പോലും മിണ്ടുവാൻ നമ്മൾ തയ്യാറായി. പിണങ്ങി കഴിഞ്ഞവരോട് പോലും നമ്മൾ മിണ്ടുവാൻ തയ്യാറായി. പിണക്കങ്ങൾ മാറ്റുവാൻ നമ്മൾ തയ്യാറായി. കാണുന്നവരെയെല്ലാം ഓടിച്ചെന്നിട്ട് അവരുടെ കൈപിടിക്കുവാനും കാലുപിടിക്കുവാനും കെട്ടിപ്പിടിക്കുവാനും തമാശകൾ പറയുവാനും വണങ്ങുവാനും താഴ്മയോടുകൂടി ഏതെല്ലാം താഴ്മയുടെ വിനയത്തിന്റെ താഴെ തലങ്ങളിലേക്ക് പോകുവാൻ പോലും നമ്മൾ തയ്യാറായവരാണ്. എന്തായിരുന്നു നമ്മുടെ ലക്ഷ്യം? ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ സ്ഥാനാർത്ഥി ജയിക്കണം, എന്റെ പാർട്ടി ജയിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോയവരാണ്. അല്ലേ പ്രിയമുള്ളവരെ? ഈ ദുനിയാവിന്റെ ഒരു തെരഞ്ഞെടുപ്പിന് നേരിടേണ്ടി വന്നപ്പോൾ എന്നാൽ ജഗന്നിയന്താവായ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഏതാണ് യഥാർത്ഥമായ തെരഞ്ഞെടുപ്പ് എന്നറിയുമോ? ഏതാണ് യഥാർത്ഥമായ തെരഞ്ഞെടുപ്പ് എന്നറിയുമോ? നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെയും മരണത്തെയും പടച്ചവനാണ് തമ്പുരാൻ. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയുമോ? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളെ ഒന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പരീക്ഷണമായിട്ടാണ്, ഒരു പരീക്ഷയായിട്ടാണ് ഇതിനെല്ലാം പടച്ചിരിക്കുന്നത്. ആരാണ് ഏറ്റവും നല്ല അമലുകൾ ചെയ്യുന്നത്? ആരാണ് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടഥവാ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിട്ട് ഏറ്റവും കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് ജനങ്ങളുടെ കണ്ണിലുണ്ണിയായിട്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അവന് വീണ്ടും ജയിക്കണമല്ലോ. അങ്ങനെ ഏറ്റവും നല്ലവനാണ് ആരാണെന്നറിയുന്നതിന് വേണ്ടി അങ്ങനെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ഈ നശ്വരമായിരിക്കുന്ന ദുനിയാവിലൂടെ കടന്നു പോകുമ്പോ ഇവിടെ നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങളിൽ വിജയിച്ച് നാളെ പരലോകത്ത് വൻ ഭൂരിപക്ഷത്തോടുകൂടി, ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയശ്രീലാളിതനായിട്ട് കടന്നു പോകുന്നവൻ ആരാണ് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് പടച്ച തമ്പുരാൻ ഈ ജീവിതത്തെയും മരണത്തെയെല്ലാം പടച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു പരീക്ഷയാണ്, ഒരു തെരഞ്ഞെടുപ്പാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതുകൊണ്ട് വജാഹിദൂ ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി. അതുകൊണ്ട് നിങ്ങൾ കഠിനമായ പരിശ്രമം നടത്തുക. നിങ്ങൾക്ക് വിജയിക്കണ്ടേ? നിങ്ങൾ നേരിടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിജയിക്കണം. ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിട്ട്, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും വലിയ വിജയം നേടണമെങ്കിൽ അതും നശ്വരമായിരിക്കുന്ന വിജയമല്ല, ഒരു വർഷത്തേക്കോ 2 വർഷത്തേക്കോ 5 വർഷത്തേക്കോ ഉള്ള വിജയമല്ല, മറിച്ച് നിങ്ങൾക്ക് കാലാകാലമായിരിക്കുന്ന വിജയമാണ്. കാലാകാലമായിരിക്കുന്ന വിജയമാണ് നേടിയെടുക്കേണ്ടുന്നത്. അതല്ലാതെ കണ്ട് 5 വർഷത്തേക്കുള്ള വിജയമല്ല, ഈ ദുനിയാവിന്റെ നശ്വരമായിരിക്കുന്ന വിജയമല്ല നിങ്ങൾ നേടിയെടുക്കേണ്ടുന്നത്, മറിച്ച് പരലോകത്തേക്കുള്ള അനശ്വരമായിരിക്കുന്ന വിജയം നിങ്ങൾ നേടണമോ? അതിനു വേണ്ടിയിട്ട് വജാഹിദൂ ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി, നിങ്ങൾ കഠിനമായ പരിശ്രമം നടത്തണേ. ഈ ഒരു 2 ആഴ്ച കാലം കൊണ്ട് നിങ്ങൾ എല്ലാവരോടും നല്ല രീതിയിൽ നിങ്ങൾ പെരുമാറിയതാണ്. നിങ്ങളുടെ എല്ലാ തിരക്കുകളും നിങ്ങൾ മാറ്റിവെച്ചിട്ട് നിങ്ങൾ വിനയത്തിന്റെ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ സാഹോദര്യത്തിന്റെ ഏറ്റവും വലിയ മകുടമായിരിക്കുന്ന മാർഗങ്ങളിലേക്ക് കടന്നു പോയവരാണ് എങ്കിൽ പരലോക വിജയം നേടിയെടുക്കണമെങ്കിലും അതുപോലെ നിങ്ങൾ അതിനേക്കാൾ വലിയ കഠിന പരിശ്രമം നിങ്ങൾ നടത്തണമേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ
ആ വിശാലമായ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ കഠിനമായ പരിശ്രമം നടത്തുക. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് വിജയം നേടിയെടുക്കുവാൻ വേണ്ടി. നിങ്ങൾ വിജയം നേടിയെടുക്കുവാൻ വേണ്ടി. മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ആ ആയത്തിന്റെ തഫ്സീറിൽ പറയുകയാണ്, കഠിന പരിശ്രമം എന്ന് പറയുമ്പോൾ ഐ ബി അംവാലികും വ അൽസിനതികും വ അൻഫുസികും. മഹാനവറുകൾ പറയുകയാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ, എങ്ങനെയാണ്? ഐ ബി അംവാലികും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് നിങ്ങൾ കഠിന പരിശ്രമങ്ങൾ നടത്തണേ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്പത്ത്, ആ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കണം. ദീനിയായ കാര്യങ്ങൾക്ക് നിങ്ങൾ ചെലവഴിക്കണം. ആ സമ്പത്ത് ഹലാലായ കാര്യങ്ങൾക്ക് വേണ്ടി, ഹറാമിയത്തിന് വേണ്ടിയിട്ടല്ല. സമ്പത്ത് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരുടെയും കൈകളിലേക്ക് ഏൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. ഒരുപക്ഷെ എന്റെ അധ്വാനത്തിലൂടെ ഞാൻ നേടിയെടുത്തതായിരിക്കാം, എന്റെ കഷ്ടപ്പാടിലൂടെ ഞാൻ നേടിയെടുത്തതായിരിക്കാം. എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹു നിങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സൂക്ഷിപ്പ് സ്വത്താണ് സമ്പത്ത് എന്ന് പറയുന്നത്. സമ്പത്ത് ഉപയോഗിച്ച് നിങ്ങൾ കഠിനമായ പരിശ്രമം നടത്തണം. അല്ലാഹു തആല നിങ്ങളിലേക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന. എന്റെ പ്രിയമുള്ളവരെ, സമ്പത്ത് കൊണ്ട് നമ്മൾ അഹങ്കരിക്കുന്നവരുണ്ട്. അല്ലാഹു തആല പറയുകയാണ്, ആ സമ്പത്ത് കൊണ്ട് നിങ്ങൾ കഠിനമായ പരിശ്രമം പരലോകത്തിന് വേണ്ടി. എങ്ങനെയാണ് പരലോകത്തിന് വേണ്ടിയിട്ട് ആ സമ്പത്ത് കൊണ്ട് പരിശ്രമിക്കേണ്ടുന്നത്? ഹലാലായ മാർഗങ്ങളിലൂടെ, കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ദീനിന് വേണ്ടി, അള്ളാഹുവിന്റെ മസ്ജിദുകൾക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ഭവനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ സമ്പത്ത് നമ്മൾ ചെലവഴിക്കണം. ഇതിലൂടെ നമുക്ക് പരലോകത്ത് വിജയം നേടാൻ സാധിക്കണം. നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടേണ്ടി വന്നപ്പോ കേവലം 10 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എത്രയോ സമ്പത്തുകൾ നമ്മൾ ചെലവഴിച്ചവരാണ്. എത്രയോ സമ്പത്ത് നമ്മൾ ചെലവഴിച്ചവരാണ്. വാരിക്കോരി അതിന് നോട്ടമില്ലായിരുന്നു. ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് ജയിക്കണം, എങ്ങനെയും എനിക്ക് ജയിക്കണം എന്ന ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തആല പറയുകയാണ്, ആ സമ്പത്ത് ഉപയോഗിച്ച് നിങ്ങൾക്ക് 5 വർഷത്തെ വിജയമല്ല നിങ്ങൾക്ക് വേണ്ടുന്നത്. ആ സമ്പത്ത് ഉപയോഗിച്ച് കാലാകാലമായിരിക്കുന്ന പരലോക വിജയം നിങ്ങൾ നേടണം. ഈ സമ്പത്ത് എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ നിന്ന് എത്ര സമ്പത്തുണ്ടെങ്കിലും ആ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്നതിന് നിമിഷ നേരങ്ങൾ മതി. പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ളവരെ, സകാത്ത് പോലും കൊടുക്കാതെ നമ്മൾ കെട്ടിപ്പടുത്തുണ്ടാക്കിയ സമ്പത്ത് നമ്മുടെ ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സമ്പത്ത് ഉപയോഗിച്ച്, അതുപോലെ തന്നെ നമ്മുടെ ശരീരം ഉപയോഗിച്ച്, നമ്മുടെ നാവ് ഉപയോഗിച്ചൊക്കെ ഏതെല്ലാം തരത്തിൽ കഠിനമായ പരിശ്രമങ്ങൾ നടത്തി ഈ പരിശുദ്ധമായ ഈ ദുനിയാവിലേക്ക് അല്ലാഹു തആല നമ്മെ ഒരു തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മളെ മുമ്പോട്ട് അയക്കുമ്പോൾ, ഇവിടെ നമ്മൾ ആ ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, ഏറ്റവും നല്ല സൽക്കർമ്മങ്ങളാകുന്ന വോട്ടുകൾ നേടിയെടുത്തുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തോടുകൂടി നശ്വരമായിരിക്കുന്ന പരലോക വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. അല്ലാഹു